ഗുജറാത്തിന്റെ ത്രിമൂർത്തികൾ ഒരു രക്ഷയില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. മൂന്നെണ്ണം. സായ് സുദർശൻ, ശുഭ്മൻ ഗില്ല്, ജോസ് ബട്ട്ലർ. കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലേയേഴ്സ് സത്യം പറഞ്ഞാൽ ഈ IPL കാണാനേ പറ്റത്തില്ല. നമുക്കറിയാം ഈ ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാണ്. പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ മിഡിൽ ഓർഡർ ആയാലും ലോ ഓർഡർ ഒക്കെ ആയാലും പവർ ഹിറ്റർമാർ അവിടെ ഇല്ല. എന്നാൽ ഈ മൂന്നെണ്ണം കളിക്കുക തന്നെ ചെയ്യും. അവസാനം വരെ നിന്ന് ടീമിനെ ഒരു നല്ല സ്കോർ സെറ്റ് ചെയ്യാനാണെങ്കിലും അത് ചേസ് ചെയ്യാനാണെങ്കിലും ഇവരുടെ ഒരു ഫൈറ്റ് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കും. കൊടുത്ത പൈസയ്ക്ക് വസൂലാന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് പ്ലേയേഴ്സ്. ഇങ്ങനെ മൂന്ന് പ്ലേയേഴ്സിനെ കിട്ടിയാൽ ഗുജറാത്ത് മാനേജ്മെന്റിന്റെ ഭാഗ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ മികച്ചതെന്ന് പറയേണ്ടിരിക്കും. ഈ മൂന്നിൽ ആരാ മികച്ചതെന്ന് ഒരു സംശയമില്ല. മൂന്നും ഒന്നിനൊന്ന് മികച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സായ് സുദർശൻ. കഴിഞ്ഞ കളിയിൽ ഇവർ രാജസ്ഥാനോട് തോക്കാനുള്ള മെയിൻ കാരണം സായ് സുദർശന്റെ ഒരു ബാറ്റിംഗ് ആയിരുന്നു. അവിടെ ഏകദേശം 35 ബോളിൽ നിന്ന് ഏകദേശം 39 റൺ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ സായ് സുദർശൻ. എന്നാൽ ഇന്ന് വന്നിട്ട് ഒരു ഓവർ ഷാമിയ 5 4 ആയിരിക്കും. മനോഹരമായ ബാറ്റിംഗ്. ഈ ചെറുക്കൻ എന്തുകൊണ്ടും ടീമിൽ വരിക തന്നെ വേണം. എന്തായാലും സെൻട്രൽ കോൺട്രാക്ടിനകത്ത് ഈ പുള്ളിയുടെ പേര് അവിടെ വന്നിട്ടില്ല. വളരെ മോശമായി പോയി. ആവശ്യമില്ലാത്ത പാടായ ഇഷാൻ കിഷനെ എടുത്തിട്ട് അപ്പോൾ ഈ ചെറുക്കനെ ഇടേണ്ടയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്തായാലും സൂപ്പർ മനോഹരമായ പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് 23 ബോളിൽ നിന്ന് 48 റൺസ് എടുക്കുന്നത്, ഏകദേശം 200 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ്. പിന്നെ ഗില്ലിന്റെ എന്ന് ചോദിക്കാനുള്ള എനിക്ക് നിങ്ങളോട്, ഗില്ലിന്റെ ഔട്ടായിരുന്നു? എനിക്ക് തോന്നുന്നില്ല ഔട്ടാന്നത്. സത്യം പറഞ്ഞ കണ്ടിട്ട് അങ്ങനെ ഔട്ടാന്ന് തോന്നേ ഇല്ല സത്യം പറഞ്ഞ. ഇന്നത് ഔട്ടല്ലായിരുന്നു ഗിൽ എന്തായാലും 100 അടിച്ചു പോകാനെന്ന് പറയും. അത് കഴിഞ്ഞ് ഔട്ടായി പോയി അമ്പയർമാരത്തൊക്കെ ഓടി നടന്ന് ഫൈറ്റ് ആയിരുന്നു പറയും. ഓരോ കാര്യത്തിന് അമ്പയർമാരെ കൊന്ന് കൊല വിളിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു ക്യാപ്റ്റൻസി, ബാറ്റ് കൊണ്ടായാലും ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നതിലായാലും സൂപ്പർ നല്ലൊരു പെർഫോമൻസ്. സായി കിഷോറിന് ഇഷാന്ത് ശർമ്മയുടെ ഇഞ്ചുറിയിലാണ് ബോൾ ചെയ്യാൻ കൊടുക്കുന്നത്. ഇന്നത്തെ പിച്ച് നോക്കി ഒരു ഫ്ലാറ്റ് പിച്ചായിരുന്നു. ബോളർമാർക്ക് ഒരു രീതിയിലുള്ള ആനുകൂല്യതയും ലഭിക്കുന്നില്ലായിരുന്നു. അവിടെ തന്റെ ഫാസ്റ്റ് ബോളർമാരെ നല്ല മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭാഷിക്കുന്ന ഒറ്റ ഒരു ഓവർ ഔട്ട് ഇന്നറെ കൊണ്ടുവന്ന ഇല്ല. എന്തായാലും ഞാൻ SRHന്റെ പെഡലി ഓടിച്ചു, എന്നാൽ ബാക്കിയും കൂടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം അവരുടെ മെയിൻ ബോളർമാരെ എല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അവരുടെ തോൽവി ഉറപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ നല്ല ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. നല്ലൊരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിരിക്കുന്നു. കൊടുത്ത പൈസയ്ക്ക് എന്തായാലും ഈ മനുഷ്യൻ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലത്തെ ബാറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം പുള്ളി നിന്ന് ഏകദേശം 200 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു കളിച്ചത്. സൂപ്പർ നല്ലൊരു പെർഫോമൻസ്. പിന്നെ ജോസ് ബട്ട്ലർ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ എടുത്ത് വെളി കളഞ്ഞത് നിങ്ങളെ സമ്മതിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പുള്ളിയൊക്കെ എടുത്ത് വെളി കളയണമെന്ന് വെച്ചാൽ വല്ലാത്ത ഒരു സംഭവമായി പോയി. എന്തായാലും രാജസ്ഥാൻ റോയൽസ് നിങ്ങൾ കാണിച്ചിടും എന്തൊരു മണ്ടത്തരം എന്ന് പറയും. കൺസിസ്റ്റൻസി നോക്കിക്കേ, എന്നാ പെർഫോമൻസ് കാഴ്ച വെക്കുന്നത്. നിങ്ങളുടെ ഒരു നിതീഷ് റാണ, നിങ്ങളുടെ ഒരു റയാൻ പരാഗ്, നിങ്ങളുടെ ഒരു ജുറൈൽ, നിങ്ങളുടെ ഒരു ഹിറ്റ്മർ, ഇവന്റെ അടുത്ത് കൊണ്ട് കെട്ടാൻ കൊള്ളത്തില്ല അവന്മാരെയൊന്നും. എന്നാലും സൂപ്പർ ജോസേട്ടൻ, സൂപ്പർ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവിടെ എടുത്ത് പറയേണ്ടത് പ്രസിദ്ധ് കൃഷ്ണ. നമ്മൾ ഒരു സമയത്ത് പ്രതീക്ഷിച്ചു SRH ഈ സ്കോർ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചത്. പ്രസിദ്ധ് കൃഷ്ണയെ കൊണ്ടുവരുന്നു, ഫസ്റ്റ് വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. ഷോർട്ട് ബോൾ എറിഞ്ഞ് ഔട്ട്സൈഡിനെ എടുത്തുകൊണ്ട് പോകുന്നു. ആ ക്യാച്ചും സമ്മതിക്കണം കേട്ടോ. ആ റാഷിദ് ഖാൻ പിടിച്ച ഒരു ക്യാച്ച് സൂപ്പർ മനോഹരമായ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. കറക്റ്റ് സൂപ്പർ ബോളർ. പ്രസിദ്ധ് കൃഷ്ണ മത്സരമാണ്, ഓരോ കളിയിലും മത്സരമാണ്. ഇവരുടെ ടീം നോക്കുവാണെങ്കിൽ സായ് സുദർശൻ ഓറഞ്ച് ക്യാപ്പിന് മത്സരിക്കും, പ്രസിദ്ധ് കൃഷ്ണ പർപ്പിൾ ക്യാപ്പിന് മത്സരിക്കും. ഇന്ന് രണ്ടെണ്ണം തിരിച്ചു വാങ്ങിച്ചു. എന്തായാലും നഷ്ടപ്പെട്ടു പോയത് രണ്ടുപേരും എന്തായാലും തിരിച്ചു വാങ്ങിച്ചു. പ്രസിദ്ധ് കൃഷ്ണ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. മനോഹരമായ ലെങ്തി ബോൾ ചെയ്യുന്നു. ഒരു ഫ്ലാറ്റ് റോഡ് പിച്ചായിരുന്നു. ആ പിച്ചിൽ വന്ന് ലൈൻ കണ്ടെത്തി ബോൾ ഹിറ്റ് ചെയ്ത് വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഇമ്പോർട്ടന്റ് വിക്കറ്റ് ഏകദേശം 4 ഓവർ 49 റൺസ് എടുത്തു SRH. അവിടുന്ന് അതാണ് ട്രാവസ് ഹെഡിന്റെ വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് വിക്കറ്റ് തന്നെയായിരുന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ന് പുള്ളി എറിഞ്ഞ 4 ഓവറാണ് പുള്ളി എറിഞ്ഞത്. പ്രസിദ്ധ് കൃഷ്ണ 9 റൺസ് വിട്ടു കൊടുക്കുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു. അതിൽ ഒറ്റ ഒരു 4 പുള്ളി അടിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം സിംഗിളും ഡബിളും. ഒറ്റ ഒരു ബൗണ്ടറിയാണ് പുള്ളി കൊടുത്തു. സമ്മതിച്ചിരിക്കുന്നു. പ്രസിദ്ധ് കൃഷ്ണ ഒരു രക്ഷയില്ല. നല്ല സെലക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു GTയുടെ. ലാസ്റ്റ് 5 ഓവറിൽ സ്കോർ അവിടെ നിന്ന് ചെറുതായിട്ട് കുറഞ്ഞു. ഏകദേശം 230 235 പോകേണ്ട ഒരു സ്കോർ ആയിരുന്നു. അവിടെ സുന്ദറിന്റെ ഒരു പെർഫോമൻസ് വളരെ മോശമായിരുന്നു പറഞ്ഞിട്ട് 16 ബോൾ കളിക്കുന്നു, 21 റൺസ് എടുക്കുന്നു. അതും അവസാനത്തെ ബോളിലാണ് പുള്ളി 6 അടിക്കുന്നത്. അടുത്ത ബോളിൽ പുള്ളി ഔട്ടാവുകയും ചെയ്തു. ഒറ്റ ഒരു 6 അടിച്ചത്. ഏകദേശം 15 ബോളിൽ നിന്ന് പുള്ളി എടുത്ത് വെറും 14 റൺസ്. പിന്നെ അവസാനത്തെ ഒരു 6 അടിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്കോർ മുമ്പോട്ട് പോകാൻ പറ്റിയാണ്. അവിടെ റുദർഫോർഡ് തന്നെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറയേണ്ടിയിരിക്കുന്നു വാഷിയെക്കാട്ടിൽ. ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്തായാലും അവരവിടെ കാണിച്ചു. പിന്നെ SRHന്റെ ഫീൽഡിങ്ങിൽ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സൊക്കെ ഹൈദരാബാദിൽ പോയി ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ച് ബട്ടർ ചിക്കനൊക്കെ കഴിച്ച് കഴപ്പന്മാരായി പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ട്രാവസ് ഹെഡ് കൊണ്ട് കളഞ്ഞ ഒരു ക്യാച്ച് കണ്ടോ, പാറ്റ് കമ്മിൻസ് കൊണ്ട് കളയുന്ന ഒരു ക്യാച്ച് കണ്ടോ. ഇവരൊക്കെ സിമ്പിൾ ക്യാച്ച് കൊണ്ട് കളയും. ഇവരൊക്കെ കുഴിമടിയന്മാരായി പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ട്രാവസ് ഹെഡ് എടുത്ത ഒരു ക്യാച്ച് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. രോഹിത് ശർമ്മ ഔട്ടാക്കിയ ഒരു ക്യാച്ച്. ആ ഒരു ട്രാവസ് ഹെഡേ അല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ട്രാവസ് ഹെഡിന്റെ ഒരു നിഴലാന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ട്രാവസ് ഹെഡിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ സന്തോഷവാനാണ് കേട്ടോ. ട്രാവസ് ഹെഡ് ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലെങ്കിൽ ഈ ഒരു ഹെഡേക്ക് നമുക്കെതിരെ എപ്പോൾ ഇന്ത്യക്കെതിരെ കളിച്ചാലും ഇവനൊരു തലവേദനയാണ്. ഇവൻ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. എനിക്ക് സന്തോഷമുണ്ട് ഉള്ളിൽ പേഴ്സണലായിട്ട്. കാരണം ഈ IPL ഒക്കെ ഇന്നങ്ങ് കഴിയുമെന്നേ. എന്നിട്ട് ഇവൻ പോയി ഓസ്ട്രേലിയയിൽ കളിക്കാനുള്ളതാ. ഇന്ത്യക്കെതിരെ വരുമ്പോഴത്തേന് ഇവന്റെ കളി എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇവൻ ഈ ഒരു ഫോമിൽ തന്നെ പോട്ടെ. SRHന്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ മുഹമ്മദ് ഷാമി
കൺസേൺ തന്നെയാന്ന് പറഞ്ഞിരിക്കുന്നു. സായി സുദർശൻ പിടിച്ചെടുത്തിട്ട് അടിക്കുമായിരുന്നു പറഞ്ഞിരിക്കുന്നു. ഒറ്റ ഓവറിൽ 5 ഫോർ അടിച്ച്. ഇവനെ ഇത് ഏത് ജില്ല, കണ്ണും കാണുന്നില്ല, ചെവിയും കേൾക്കുന്നില്ല, അതുപോലത്തുള്ള അടിയാന്ന് പറഞ്ഞിരിക്കും. ഞാൻ തന്നെ അങ്ങ് വല്ലാതായി പോയി. ഷാമിയെ കൊണ്ട് ഇത്രയും വലിയൊരു സീനിയർ മോസ്റ്റ് ബോളറിനെയൊക്കെ എടുത്തിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഋതവും ഇല്ലാത്ത രീതിയിലാണ് പുള്ളി ബോൾ ചെയ്ത് 3 ഓവർ എറിയിപ്പിച്ചേ ഉള്ളൂ. കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നുണ്ട് പാറ്റ് കമ്മിൻസ്. ഒറ്റ 3 ഓവർ എറിയിപ്പിച്ച് വെളിയിൽ പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഷാമി എന്തായാലും ഒരു കൺസേൺ തന്നെയാണ് SRHനെ സംബന്ധിച്ചിടത്തോളം. വളരെ മോശം ബോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ ജയദേവ് ഉൻകന്ത് ഒരുവിധം നല്ല രീതിയിൽ ബോൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ ഭേദപ്പെട്ട രീതിയിൽ പുള്ളി ബോൾ ചെയ്തു. പാറ്റ് കമ്മിൻസ് ആയാലും വളരെ റണ്ണ് വഴങ്ങുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യോക്കർ എറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു പാട്ട പിച്ചിൽ, ഒരു റോഡ് പിച്ചിൽ യോക്കർ എറിയാൻ ഇവർക്ക് കഴിയുന്നേ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇവർ വന്ന് എല്ലാം സ്ലോ ബോൾ ഇട്ട് കൊടുക്കുക, നക്കിൾ ബോൾ എറിയുക, അത്രേ ഇവർക്ക് പറ്റുന്നുള്ളൂ. ഒരു യോക്കർ ബോൾ എറിയാനോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിന്തിക്കാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ ഇവരുടെ സ്പിന്നർമാർ, ഒരു ക്വാളിറ്റി സ്പിന്നർ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എൻഡിസിനെ ടീമിലോട്ട് എടുക്കുന്നു, ഇഷാൻ അൻസാരി ടീമിലെടുക്കുന്നു. പക്ഷേ അവരത്ര ക്വാളിറ്റി ബോളർമാരാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു സ്പിന്നർമാരുടെ ഒരു കുറവുണ്ട്. എന്തായാലും അടുത്ത വർഷം ഇവരുടെ ഒരു ടീമിൽ അടിമുടി ഒരു മാറ്റം ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവരുടെ ബാറ്റിങ്, അതുപോലെ തന്നെ സ്പിന്ന്, നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നർമാരെ ഒരു ടീമിലോട്ട് ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. രാഹുൽ ചഹാറിനെയൊക്കെ എന്തോത്തിനാണോ ബെഞ്ച് വെച്ചേക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു കളിയിൽ എന്തായാലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്ന് ഒറ്റ ഒരു ഓവറാണ് കൊടുപ്പിച്ചത്. പിന്നെ ആദർ സാംബെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയും പോയി. എന്തായാലും കൊള്ളാം. എന്തായാലും പിന്നെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു വലിയൊരു മാറ്റമൊന്നുമില്ല. അഭിഷേക് ശർമ്മ വന്ന് ഒരു ചെറിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഭിഷേക് ശർമ്മയെ ഒഴിച്ച് ബാക്കി ഒരുത്തനും ബാറ്റ് ചെയ്തില്ലെന്ന് പറയേണ്ടിയിരിക്കും. ചുമ്മാ കുറേ എണ്ണത്തിനെ എടുത്തു വെച്ചിരിക്കുന്നു. കൊള്ളാം. എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും മനസ്സിലായല്ലോ, ഇതിനെയൊക്കെ എടുത്ത് ചവിട്ടി പുറത്താക്കിയിട്ട് അടുത്ത പ്രാവശ്യം നല്ല കുറേ ടീമുമായിട്ട് വരാൻ നോക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്.